ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ്. അതായത് മരുന്നിന് ഡോക്ടർ ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു വന്ന ഞാൻ ഓർമ്മിക്കുകയാണ്. ആ മരുന്നിന് ഡോക്ടർ ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ തൊട്ട് കാണിക്കാൻ അല്ലെങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് ഡോക്ടറെ എന്ന് വിളിക്കാൻ ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഇല്ലാത്ത മെഡിക്കൽ കോളേജ്. അവിടെ എല്ലാം മേഞ്ഞ് നടക്കുന്നത് ആരാണ്? പേപ്പട്ടിയാണ് മേഞ്ഞ് നടക്കുന്നത്. അപ്പൊ സർജറി കഴിഞ്ഞ് പുനർചികിത്സയ്ക്ക് വേണ്ടി വന്ന പേഷ്യന്റിനെ പേപ്പട്ടി കടിച്ചു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു. അപ്പൊ ആരോഗ്യ മേഖലയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലെ മറ്റു പലയിടത്തും സർജറി ഒക്കെ കഴിഞ്ഞ് ICUവില് ട്രോമയിൽ കിടക്കുന്ന പേഷ്യന്റിനെ പീഡിപ്പിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, ഇതൊക്കെ എന്തിന്റെ നാന്ദിയാണ് കാണിക്കുന്നത്? കോളേജുകളും സ്കൂളുകളും ഒക്കെ എങ്ങനെയായിരിക്കുന്നു? എല്ലാം രാസലഹരിയുടെയും ഒക്കെ എന്താ പറയുക, വിൽപ്പന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് കാണുക, നമ്മൾ US ലോക റാങ്കിങ്ങിൽ QS ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകൾ ഉണ്ട്. ആഗോളതലത്തിൽ 500 ഇന്ത്യൻ സർവകലാശാലകൾ എടുത്തപ്പോൾ 10 എണ്ണം മാത്രമേ ഇന്ത്യയിൽ നിന്ന് അതിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. ആദ്യ 200 എണ്ണത്തിന്റെ പട്ടികയിലാണ് ഏതൊക്കെ വന്നിരിക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി 123-ാം റാങ്കിൽ, ബോംബെ യൂണിവേഴ്സിറ്റി 129-ാം റാങ്കിൽ, മദ്രാസ് 180-ാം റാങ്കിൽ. IITകൾ ഈ പറയപ്പെട്ട ഡൽഹി IIT, മുംബൈ IIT, മദ്രാസ് IIT ഇവയാണ് ഈ പറയപ്പെട്ട റാങ്കിനകത്ത് വന്നിരിക്കുന്നത്. അതായത് 180-ാം റാങ്കിലാണ് മദ്രാസ് IIT. അത് കഴിഞ്ഞ് ആഗോള തലത്തിലെ 500 എണ്ണം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെയും ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. കേരളത്തിൽ നിന്നോ ആകെപ്പാടെ എന്തുണ്ട്? 1001-നും 1200-നും ഇടയ്ക്കുള്ള റാങ്കിൽ അമൃത വിശ്വവിദ്യാപീഠം മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ബജറ്റുകളിലും രണ്ടാം പിണറായി വിജയന്റെ ബജറ്റുകളിലും ഒക്കെ ഊറ്റം കൊണ്ടിരുന്നത് എന്തായിരുന്നു? കേരളത്തെ ഒരു വിശ്വവിജ്ഞാന ഹബ്ബാക്കി മാറ്റും. അത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, ഒരുപാട് വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു, അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന്. പക്ഷെ എല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികളാണ് കേട്ടോ, അല്ലാതെ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ ഒന്നും അല്ല വരുന്നത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നുവെങ്കിൽ യൂറോപ്പിൽ നിന്നും US-ൽ നിന്നും ഒക്കെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമായിരുന്നു. കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുമായിരുന്നു. അത് നമുക്കൊരു വരുമാന മാർഗമാണ്. മറ്റുള്ളവിടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ വരുമാന മാർഗങ്ങൾ ആകണമെന്നില്ല. ഒരു പക്ഷേ നാം കൊടുക്കുന്ന ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുന്നതിൽ തെറ്റില്ല, തീർച്ചയായും അത് ലോകത്ത് എവിടെയാണെങ്കിലും നല്ലതാണ്. പക്ഷേ നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല അവർ വരുന്നത്, അവരുടെ ദൗർഭാഗ്യം കൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. നമ്മുടെ മെറിറ്റ് കൊണ്ട് വരണമെങ്കിൽ മെറിറ്റ് കൊണ്ട് തന്നെ പഠിക്കുന്ന, ഇവിടെ പണം ചെലവഴിച്ച് പഠിക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ആ പണവും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി വരുന്ന തരത്തിലുള്ള മിടുക്കരായ യൂറോപ്യൻ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർ വരണം. അപ്പൊ അതൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ആകെ അമൃത വിശ്വവിദ്യാപീഠം, അതും 1001-നും 1200-നും ഇടയ്ക്കുള്ള റാങ്കാണ് ആ വിശ്വവിദ്യാപീഠത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ വിദേശത്തേക്ക് ചേക്കേറുന്നത്. അവർ ചേക്കേറുന്നത് ആഫ്രിക്കൻ കൺട്രീസിലേക്കല്ല, അവർ ചേക്കേറുന്നതൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്കോ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്കോ ആണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോയ്സ് US തന്നെയാണെന്ന് തോന്നുന്നു. കാരണം വിദ്യാഭ്യാസത്തിന് വേണ്ടി അത്രയേറെ ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് US, അതുപോലെ തന്നെ മറ്റൊന്നാണ് ചൈന. അപ്പൊ ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പറയാൻ ഒന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ പിന്നിലാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോഴും ഈ ആഗോളതലത്തിൽ വന്ന റാങ്കിങ്ങിനകത്ത് അമൃത വിശ്വവിദ്യാപീഠം 1000-നും 1200-നും ഇടയ്ക്ക് കിടക്കുന്നു എന്ന് പറയുന്നത്. വേറെ ഒറ്റ എണ്ണം പോലും അതിനകത്ത് വന്നിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മോശമായി നമ്മുടെ പെർഫോമൻസ് ഈ ഗവൺമെന്റിന് പിന്നെ എന്തിനെ പറ്റിയാണ് അങ്ങനെ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന ഫണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ.
ഇപ്പൊ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഓരോ സംസ്ഥാനത്തിന്റെയും വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര പരിതാപകരമായ അവസ്ഥയാണ് കേരളം ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്ര താഴ്ന്ന, അതായത് തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആളോഹരി ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനിൽ നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറി. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനം വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് എന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുകാർ പറയുന്നത്? കാരണം ഇവിടെയുള്ള സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപം, അതുകൊണ്ടാണ് ആ ഒരവസ്ഥ. അത് തന്നെയാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന പിണറായി ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ടല്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇതാ വലിയ ടെൻഷനോ ഇതോടുകൂടി പറയുകയാണ്, കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് പകരം ആ ഉച്ചക്കഞ്ഞിയുടെ സ്ഥാനത്ത് മെനുവിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. എങ്ങനെയാണ് മെനുവിൽ മാറ്റം വന്നിരിക്കുന്നത്? അവിടെ ബിരിയാണി വരെ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷെ സ്കൂൾ PTA, സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ്, ഹെഡ് മിസ്ട്രസ്മാര് ഒക്കെ ചോദിക്കുകയാണ്, എന്തെടുത്താണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്? ഗവൺമെന്റ് തന്നിരിക്കുന്ന ഫണ്ട് കൊണ്ട് സാമാന്യ രീതിയിൽ പണ്ട് നടത്തിയിരുന്നത് പോലെയുള്ള ഉച്ചക്കഞ്ഞി, അതിന് പോലും അവര് വരി പണം പിരിച്ചെടുത്തും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പലപ്പോഴും പ്രഥമാധ്യാപക സ്ഥാനത്തേക്ക് വരാൻ പോലും അധ്യാപകർക്ക് താല്പര്യമില്ല. കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ഉച്ചക്കഞ്ഞി നടത്തേണ്ടി വരുന്നു എന്ന കാരണം. അപ്പൊ അങ്ങനെ സമസ്ത മേഖലകളിലും നമുക്കിപ്പൊ തന്നെ ഒന്ന് നോക്കുക, ആരോഗ്യ മേഖലയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്കോസിസ്റ്റം എങ്ങനെയിരിക്കുന്നു, പരിസ്ഥിതി എങ്ങനെയിരിക്കുന്നു. ഇതുവരെ മഴക്കാലം ഏകദേശം മധ്യത്തോടടുക്കുകയാണ്. പക്ഷെ ഇതുവരെ ആ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. പേപ്പട്ടികളുടെ ശല്യം, പേപ്പട്ടി ആലയമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേരളത്തെ പറ്റിയാണ് നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കേരളത്തിലാണ് ഈ ഫണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്നത്. അതായത് 2 വർഷവും 1 ദിവസവും സേവനം ചെയ്ത പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത പെൻഷൻ 3350 രൂപയിൽ തുടങ്ങുന്നു. അത് പിന്നെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ രീതി അനുസരിച്ച് എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം നടത്തുന്നു. ഇനി അത് 10 വർഷമായാലും എങ്ങനെയാണെങ്കിലും ഈ പെൻഷൻ വർദ്ധിച്ച് തന്നെ വരുന്നു. അതായത് മടിയന്മാരായ, ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്നവരെ തീറ്റിപ്പോറ്റുകയാണ് ഈ കേരളത്തെ ഭരിക്കാനെത്തുന്ന സർക്കാരുകളുടെ ഉദ്ദേശം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.